ഒരേ സമയത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും മാറി മാറി ടൈപ്പ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെറും ഒറ്റ ക്ലിക്കിലൂടെ മലയാളവും ഇംഗ്ലീഷും മാറി മാറി ടൈപ്പ് ചെയ്യാം. മലയാളം, ഇംഗ്ലീഷ് ഇതാ. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓഫീസ് പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് മലയാളവും ഇംഗ്ലീഷും മാറി മാറി ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. അതിന് ഫോണ്ട് മാറ്റണം, ലാംഗ്വേജ് മാറ്റണം, അതും വീണ്ടും റീസെറ്റ് ചെയ്യണം. എന്നാൽ ഇതൊന്നുമില്ലാതെ വെറും ഒരു ഒറ്റ ക്ലിക്കിലൂടെ മലയാളവും ഇംഗ്ലീഷും മാറി മാറി ടൈപ്പ് ചെയ്യുന്ന ഒരു വിദ്യയാണ് ബൈറ്റോളജിയുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ISM മലയാളം യൂട്ടിലിറ്റിയുടെ പലർക്കും അറിയാത്ത ബൈലിംഗൽ സംവിധാനത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്. ഇതിന് 4 സ്റ്റെപ്പാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. 1. കോപ്പി ചെയ്ത ISM ഓപ്പൺ ചെയ്യുക. 2. സ്ക്രിപ്റ്റ് മലയാളം റോമൻ ക്യാപിറ്റൽസ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ബൈലിംഗൽ ഇനേബിൾ കീബോർഡ് ഇൻസ്ക്രിപ്റ്റ് എന്നിവ സെറ്റ് ചെയ്യുക. 3. MLB അഥവാ ബൈലിംഗൽ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. 4. ആവശ്യാനുസരണം കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് കീ ഓൺ ഓഫ് ചെയ്യുക. 1. ISM ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡെസ്ക്ടോപ്പിലെ ISM ഷോർട്ട്കട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഷോർട്ട്കട്ട് ഡെസ്ക്ടോപ്പിൽ ഇല്ലെങ്കിൽ നേരത്തെ കോപ്പി ചെയ്തു വെച്ച ISM ഫോൾഡർ ഓപ്പൺ ചെയ്ത് WINK-BMGR എന്ന ഐക്കണിൽ റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇതേപോലെ ഷോർട്ട്കട്ട് നിർമ്മിക്കുക. രണ്ട്, സ്ക്രിപ്റ്റ് മലയാളം റോമൻ ക്യാപിറ്റൽസ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച് ബൈലിംഗൽ ഇനേബിൾ കീബോർഡ് ഇൻസ്ക്രിപ്റ്റ് എന്നിവ സെറ്റ് ചെയ്യുക. സ്ക്രിപ്റ്റ് മലയാളം റോമൻ ക്യാപിറ്റൽസ് ഇൻസ്ക്രിപ്റ്റ് ടു ഇംഗ്ലീഷ് സ്വിച്ച്, ഇവിടെ നംലോക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ബൈലിംഗൽ ഇനേബിൾ കീബോർഡ് ഇൻസ്ക്രിപ്റ്റ് എന്നിവ ഇതാ ഇപ്രകാരം സെറ്റ് ചെയ്യുക. 3. MLB അഥവാ ബൈലിംഗൽ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യമായി നിങ്ങളുടെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ, ഉദാഹരണത്തിന് ഇവിടെ MS വേർഡ് 2007 ഇതാണ് ഇവിടെ നമ്മൾ ഡോക്യുമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോണ്ട് ലിസ്റ്റിൽ ഇപ്രകാരം MLB ഫോണ്ട് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതിനായി ISM ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫോണ്ട് സ്റ്റോർ ചെയ്തത് ഫോണ്ട് എന്ന ഫോൾഡറിലാണ്. അതിൽ MLB ഫോണ്ട് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ബൈലിംഗൽ ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലും മതി. 4. ആവശ്യാനുസരണം കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ് കീ ഓൺ ഓഫ് ചെയ്യുക. അടുത്തത് നമ്മുടെ ഡോക്യുമെന്റ് നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇവിടെ MS വേർഡ് കേസർ ക്ലിക്ക് ചെയ്ത് ബൈലിംഗൽ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇതേപോലെ പിന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങുക. എവിടെയാണോ ഇംഗ്ലീഷ് ആവശ്യമായി വരുന്നത് അവിടെ നേരത്തെ ISM കൺട്രോൾ പാനലിൽ സെറ്റ് ചെയ്ത ഇൻസ്ക്രിപ്റ്റ് കീ ഓഫാക്കുക. ഇപ്രകാരം വീണ്ടും മലയാളം തുടരാൻ ഓൺ ചെയ്യുക. അതായത് ഇവിടെ നംലോക്ക് ഓൺ ആയാൽ മലയാളം, നംലോക്ക് ഓഫ് ആയാൽ ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും കമ്പ്യൂട്ടറിൽ എളുപ്പത്തിൽ മാറി മാറി ടൈപ്പ് ചെയ്യാനുള്ള ട്രിക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വിലപ്പെട്ട അറിവുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.